എല്ലാവർക്കും അക്കൗണ്ടൻസിയുടെ മറ്റൊരു വീഡിയോ ട്യൂട്ടറിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ചാപ്റ്ററാണ് അക്കൗണ്ടൻസിയുടെ +2 അക്കൗണ്ടൻസിയുടെ സെക്കൻഡ് ചാപ്റ്ററാണ്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ്. ഇത് പാർട്ട് 5 ആണ്. ഇതുവരെ നിങ്ങളിത് ആദ്യമായിട്ടാണ് കണ്ടു തുടങ്ങുന്നതെങ്കിൽ ഇതിന് തൊട്ട് മുന്നുള്ള പാർട്ടുകൾ കണ്ടതിന് ശേഷം മാത്രമേ ഈ പാർട്ട് കാണാവൂ, കാരണം കണ്ടിന്യൂഷനാണ് വരുന്നത്. അപ്പോൾ നമ്മളിതുവരെ പറഞ്ഞു നിർത്തിയിരുന്നത് നമ്മൾ സ്പെഷ്യൽ ആസ്പെക്റ്റ് എന്നുള്ള രീതിയിൽ ഇനി അങ്ങോട്ട് പഠിക്കാനുള്ള പാഠങ്ങളെല്ലാം തരംതിരിച്ചിരുന്നു. അതിൽ നമ്മൾ മെയിൻ്റനൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് പാർട്ട്ണർ എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. ഫിക്സഡും ഫ്ലക്ച്വേറ്റിങ്ങും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അമംഗ് പാർട്ട്ണറിൽ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ നമ്മൾ കഴിഞ്ഞത് ഒന്ന് P&Lൻ്റെ അപ്രോപ്രിയേഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ നമ്മൾ അവിടെ തന്നെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് പഠിച്ചു. അതിലൊന്നായിരുന്നു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്ന അടുത്ത ഭാഗമാണ്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ഐറ്റംസ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ പറ്റിയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ ഒരു പാർട്ട്ണർ ബിസിനസ്സിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ ആ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിനെ ഡ്രോയിങ്സ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തതുപോലെ തിരിച്ച് ബിസിനസ്സിന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ലഭിക്കണം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്, ക്യാപിറ്റൽ എന്ന് പറയുന്ന എമൗണ്ട് പാർട്ട്ണർ മറ്റൊരിടത്ത് നിക്ഷേപിച്ചിരുന്നെങ്കിൽ, ഡെപ്പോസിറ്റ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് കിട്ടുമായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ബിസിനസ് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നു. തിരിച്ച് പാർട്ട്ണർ എവിടുന്നെങ്കിലും കടം മേടിച്ചിരുന്നുവെങ്കിൽ ആ കടം തിരിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്നും കടം മേടിച്ചു കൊണ്ട് പോകുമ്പോൾ ബിസിനസ്സിന് ആ ഇൻട്രസ്റ്റ് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ആ തിരിച്ചു കൊടുക്കുന്ന ആ ഇൻട്രസ്റ്റിന് അറിയപ്പെടുന്ന പേരാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കുന്നതിനായിട്ട് എത്ര ആയിരുന്നോ പാർട്ട്ണറിൻ്റെ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും, പീരീഡ് ഓഫ് ഡ്രോയിങ്സ്, എത്ര നാളത്തേക്കാണ് ആ ഡ്രോയിങ്സ് എടുത്തത്. ഈ ഒരു പീരീഡ് ഓഫ് ഡ്രോയിങ്സ് ആണ് നമുക്കിവിടെ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഡ്രോയിങ്സ് ഓഫ് പാർട്ട്ണറും ക്വസ്റ്റ്യനിൽ തരും, റേറ്റും ക്വസ്റ്റ്യനകത്ത് തരും. പക്ഷേ പീരീഡ് ഓഫ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് ഇതിൻ്റെ കോർ. ഈ പറയുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കോർ ഐറ്റം എന്ന് പറയുന്നത് ഈ പറയുന്ന പീരീഡ് ഓഫ് ഡ്രോയിങ്സ് ആയിരിക്കും. അപ്പോൾ ജേണൽ എൻട്രി ചെക്ക് ചെയ്യാം. അപ്പോൾ ജേണൽ എൻട്രി ചെക്ക് ചെയ്യുമ്പോൾ രണ്ടിടത്താണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പഠിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നതെന്ന് പറയുന്നത് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനകത്ത്. രണ്ടാമത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ. ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ നിങ്ങൾ ആലോചിക്കുക, ഒരെണ്ണം ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡായിരുന്നു, ഒരെണ്ണം ഫിക്സഡ് മെത്തേഡായിരുന്നു. ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് ആകുമ്പോൾ ഒറ്റ അക്കൗണ്ട് മാത്രമേ വരയ്ക്കത്തുള്ളൂ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും പറഞ്ഞ്. പക്ഷേ ഫിക്സഡ് ആകുമ്പോൾ 2 അക്കൗണ്ടുകൾ വരയ്ക്കും, ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, മറ്റൊന്ന് കറണ്ട് അക്കൗണ്ട്. അങ്ങനെയെങ്കിൽ ആദ്യം നമുക്ക് ഫ്ലക്ച്വേറ്റിങ്ങിൽ പോവാം. ഫ്ലക്ച്വേറ്റിങ്ങിനകത്ത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. അവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതിയിരുന്നത് ഈ 2 സൈഡിലായിരുന്നു. ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഓർമ്മയില്ലാത്തവരൊന്ന് മറിച്ച് നോക്കണം. ഇവിടെ ആയിരുന്നു നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതിയിരുന്നത്. അപ്പോൾ ഡെബിറ്റ് സൈഡിലായിരുന്നു. അങ്ങനെയെങ്കിൽ എൻട്രി ഇത് 2 ആണ്. എൻട്രി എഴുതാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്. അങ്ങനെയെങ്കിൽ എൻട്രി എന്ന് പറയുന്നത് ഉദാഹരണത്തിന് എയുടെ അക്കൗണ്ട് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുകയാണ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ എൻട്രി എന്ന് പറയുന്നത് എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇനി നേരെ ഫിക്സഡിൽ വരികയാണെങ്കിൽ 2 അക്കൗണ്ട് ഉണ്ടാവും. ഒന്നൊരു ക്യാപിറ്റൽ അക്കൗണ്ടും രണ്ടാമത്തത് ഒരു കറണ്ട് അക്കൗണ്ടും. അങ്ങനെയെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നത് കറണ്ട് അക്കൗണ്ടിലായിരിക്കും. കറണ്ട് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ, അല്ലെങ്കിൽ 2 എന്നും പറഞ്ഞ് പഠിച്ച സൈഡിലായിരിക്കും. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ എൻട്രി എയുടെ അക്കൗണ്ട് തന്നെ ആണെങ്കിൽ ഏസ് കറണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് വരും. ചെറിയ വ്യത്യാസം, ഒരിടത്ത് ഏസ് ക്യാപിറ്റൽ അക്കൗണ്ട്, മറ്റിടത്ത് ഏസ് കറണ്ട് അക്കൗണ്ട്. ഫിക്സഡ് ആണെങ്കിൽ കറണ്ട് അക്കൗണ്ട് എന്ന് വരും, ക്യാപിറ്റൽ അക്കൗണ്ട് ആണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വരും. അത് കഴിയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തു എന്നാണ് അർത്ഥം. ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തു, ഇൻട്രസ്റ്റ് നമ്മൾ പാർട്ട്ണറിൻ്റെ നിന്ന് വാങ്ങുന്നു, ചാർജ് ചെയ്തു എന്നാണ് അർത്ഥം.
അങ്ങനെയെങ്കിൽ ഇത് നമ്മൾ ക്ലോസ് ചെയ്യണം. ഒരിക്കലും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ വാങ്ങുന്നു, അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് ക്ലോസ് ചെയ്യുന്നതായിട്ടുള്ള എൻട്രി, P&L ചാർജ് ചെയ്യുന്ന എൻട്രിയും കൂടെ കാണിക്കണം. 2 എൻട്രികളാണ് നമ്മൾ കാണിക്കേണ്ടത്. ഒന്ന് പാർട്ട്ണറിനെ നമ്മൾ ചാർജ് ചെയ്യുന്നു, രണ്ടാമത്തെ നമ്മളത് ക്ലോസ് ചെയ്യുന്നതായിട്ട്. എന്ന് വെച്ചാൽ പാർട്ട്ണറിന് ഇനി ഇല്ല, നമ്മളത് ചാർജ് ചെയ്തു, നമുക്കത് കിട്ടി എന്നുള്ള എൻട്രി. ഒന്ന് നമ്മൾ കിട്ടാനുണ്ട് എന്നുള്ള എൻട്രിയാണ് നമ്മൾ പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുന്നത്. 2 കിട്ടി എന്നുള്ള എൻട്രിയാണ് നമ്മൾ P&L അപ്രോപ്രിയേഷനകത്ത് കാണിക്കുന്നത്. അപ്പോൾ P&L അപ്രോപ്രിയേഷൻ്റെ ഏത് സൈഡിൽ വരുമെന്ന് ചോദിച്ചാൽ ക്രെഡിറ്റ് സൈഡിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. കാരണം ഇൻകം ആയതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിലാണ്, അതായത് ബൈ എന്ന് പറയുന്ന സൈഡിലായിരുന്നു വന്നത്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ എൻട്രി എന്ന് പറയുന്നത് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നല്ല, തിരിച്ചാണ് പറയേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഈ ജേണൽ എൻട്രി എഴുതാൻ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പാർട്ട് 2 മറ്റോ ആണ്, പാർട്ട് 2 തോന്നുന്നു, ഞാൻ ജേണൽ എൻട്രി എങ്ങനെ എഴുതണമെന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് വരും. അങ്ങനെയെങ്കിൽ നമുക്ക് ആ എൻട്രി ഒന്ന് പരിശോധിച്ചിട്ട് പോകാം. ദാണ്ട് ടു ചാർജ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ചാർജ് ചെയ്യുകയാണ്, ആ പാർട്ട്ണറിന് ചാർജ് ചെയ്യുകയാണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് അറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. വെറുതെ ഇത് കാണാതെ പഠിക്കേണ്ട. അക്കൗണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചതുപോലെ തന്നെ അക്കൗണ്ട് വരച്ച് പഠിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. അടുത്തത് ക്ലോസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അത് ക്ലോസ് ചെയ്യുകയാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ തുടങ്ങി വെച്ച് കിട്ടാനുണ്ട് എന്നും പറഞ്ഞ് തുടങ്ങി വെച്ചത് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ എൻട്രി വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നമ്മൾ P&L അപ്രോപ്രിയേഷനിലോട്ട് മാറ്റിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ 2 എൻട്രികൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇനി ഇത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റാത്തവർ ജസ്റ്റ് പഠിച്ചു വെക്കുക, അല്ല അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കഴിവതും നിങ്ങൾ അക്കൗണ്ട് വരച്ച് തന്നെ പഠിക്കുക, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അത് കഴിയുകയാണെങ്കിൽ നമുക്കിനി ഇവിടെ കുറച്ച് സ്പെഷ്യൽ കേസസിലേക്ക് പോകണം. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് വിഡ്രോവൽ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡേറ്റ് ഓഫ് വിഡ്രോവൽ ഗിവൺ. എല്ലാം തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. വിഡ്രോവലിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്, റേറ്റ് തന്നിട്ടുണ്ട്, എത്ര പീരീഡ് എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ജസ്റ്റ് കണ്ടുപിടിച്ചാൽ മാത്രം മതി. രാജു എ പാർട്ട്ണർ വിഡ്രോസ് 12,000 ഓൺ 1 ജൂലൈ 2019. ജൂലൈ 1, 2019 രാജു എന്ന് പറയുന്ന വ്യക്തി 12,000, ഇത് ജൂലൈ, ജൂലൈ ഇവിടെ സംതിങ്, കറക്റ്റാണ്. അപ്പോൾ ജൂലൈയിൽ രാജു എന്ന് പറയുന്ന വ്യക്തി 12,000 രൂപ വിഡ്രോ ചെയ്തു. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അറ്റ് 9% പെർ ആനം. അപ്പോൾ ഇൻട്രസ്റ്റും തന്നിട്ടുണ്ട് 9% ഫോർ ദ ഇയർ എൻഡിങ് 31 ഡിസംബർ 2019. അപ്പോൾ ഡിസംബർ 2019 വരെ, അന്നാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ബുക്ക് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസംബർ 31, 2019 വരെ എത്ര രൂപ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. ആദ്യം നമുക്ക് എമൗണ്ട് നോക്കാം. 12,000 എമൗണ്ട് എഴുതി, ഇൻറ്റു പീരീഡ് എന്ന് പറയുന്നത് ജൂലൈ 1-ാം തീയതിയാണ് പുള്ളി എടുത്തത്. അപ്പോൾ നമ്മൾ പീരീഡ് കൂട്ടുമ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ എത്ര മാസമായി? 1, 2, 3, 4, 5, 6. 6 മാസം. 6 മാസം എന്ന് പറയുമ്പോൾ മൊത്തം 12-ൽ 6 മാസം ആകുമ്പോൾ 6/12. ഇൻറ്റു റേറ്റ് 9/100. കാൽക്കുലേറ്ററിനകത്തോട്ട് അടിക്കുമ്പോഴത്തേക്ക് ഉത്തരം 540. അപ്പോൾ ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇത് സിമ്പിൾ കേസാണ്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എല്ലാം തന്നു. വിഡ്രോവലിൻ്റെ എമൗണ്ട് തന്നു, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നു. നമ്മൾ ജസ്റ്റ് പീരീഡ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് ഈ ക്വസ്റ്റിനകത്ത് ഈ 1 ജൂലൈക്ക് വരാൻ 30th ജൂലൈ ആയിരുന്നു വിചാരിക്കുക. 30th ജൂലൈ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 31 ജൂലൈ ആയിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ എന്ത് കണക്ക് കൂട്ടത്തില്ല, ജൂലൈ മാസം. കാരണം ജൂലൈ തീർന്നു. അപ്പോൾ പിന്നെ അടുത്ത മാസം തൊട്ട് എവിടെ മുതൽ കണക്കാക്കിയാൽ മതി? ഓഗസ്റ്റ് തൊട്ട് കണക്കാക്കിയാൽ മതി. അപ്പോൾ 5 വരുമോ? അപ്പോൾ 6 വരുമോ? അപ്പോൾ 5 വരത്തുള്ളൂ. അതൊന്ന് ആലോചിച്ചോണം. ഫസ്റ്റ് ഡേറ്റ് മുതലാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്ക് ആ മാസം കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ ലാസ്റ്റ് ഡേറ്റ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ ഒരിക്കലും അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതാണ് കേസ് 1 എന്ന് പറയുന്നത്. കേസ് 1 കഴിയുകയാണെങ്കിൽ അടുത്ത് നമുക്ക് കേസ് 2 നോക്കാം. കേസ് 2 എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് വിഡ്രോവൽ നോട്ട് ഗിവൺ. എന്ത് തരത്തില്ല? വിഡ്രോ ചെയ്യുന്ന ഡേറ്റ് തരുന്നില്ല, ക്വസ്റ്റ്യനിൽ പറയുന്നില്ല എന്നത്തെ ഡേറ്റ് ആണെന്ന്. തൊട്ട് മുമ്പേ നമ്മൾ കണ്ടത് നമുക്ക് എമൗണ്ട് തരും, ഇൻട്രസ്റ്റ് തരും, ഡേറ്റ് ഓഫ് വിഡ്രോവലും തന്നിരിക്കും. ഇവിടെ ഒന്നും പറയുന്നില്ല. എമൗണ്ട് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗിവൺ. എമൗണ്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തരുന്നുണ്ട്, പക്ഷേ ഡേറ്റ് ഓഫ് വിഡ്രോവൽ തരുന്നില്ല. നോളൻ എ പാർട്ട്ണർ വിഡ്രോസ് 6,000 ഇൻ എ ഇയർ. 6,000 അയാൾ എടുക്കുന്നു. ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് അറ്റ് 12% പെർ ആനം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാൻ 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് എമൗണ്ട് വേണം, രണ്ടാമത്തേത് ഇൻട്രസ്റ്റ് റേറ്റ് വേണം, മൂന്നാമത്തേത് പീരീഡ് വേണം. ഈ ക്വസ്റ്റ്യനകത്ത് എമൗണ്ട് ഉണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, പീരീഡ് ഇല്ല. ക്വസ്റ്റ്യനിൽ പീരീഡിനെ പറ്റി സൈലൻ്റ് ആണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യണ്ട. 6/12
പകുതി മാസം എന്നുള്ള കോൺസെപ്റ്റിലാണ് ചെയ്യേണ്ടത്. 6/12 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് പീരീഡിനെ പറ്റി ഒന്നും പറയുന്നില്ല, ഒന്നുമേ പറയുന്നില്ലെങ്കിൽ 6/12 ഒരു വർഷത്തിൻ്റെ പകുതി അല്ലെങ്കിൽ പകുതിക്കാണ് എടുത്തത് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തു പോകേണ്ടത്. അപ്പോൾ 6/12 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് 6000 ഇൻറ്റു പീരീഡ് 6/12 ഇൻറ്റു റേറ്റ് 12/100, അപ്പം 360. ഓക്കെ, അങ്ങനെയെങ്കിൽ കേസ് 2ഉം സിമ്പിളായിരുന്നു. എങ്കിൽ കേസ് 3യിലേക്ക് പോവാം. കേസ് 3 വരുമ്പോഴാണ് പുസ്തകവുമായിട്ട് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റുമായിട്ട് ഞാൻ ചെറിയൊരു വ്യത്യാസം വരുത്തി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടിയാണ്, ഒരുപാട് കൺഫ്യൂഷൻസ് ആക്കാതെ കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ട്യൂട്ടോറിയൽ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നതോ വേറെ രീതിയായിരിക്കും. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ എന്നുള്ളത് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ പോവുക, കാരണം അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും കുറച്ചും കൂടെ എളുപ്പമെന്ന് പറയുന്ന രീതി. മൂന്നാമത്തത് ഡിഫറൻറ്റ് എമൗണ്ട്. അപ്പോൾ നേരത്തെ എല്ലായിടവും ഒരു എമൗണ്ടേ ഉള്ളായിരുന്നു, 6000 10,000 വിഡ്രോ ചെയ്യുന്നു. പക്ഷേ ഇവിടെ പറയുന്നു ഡിഫറൻറ്റ് എമൗണ്ട് ആണ്, എമൗണ്ട് മാറുന്നുണ്ട്. വിഡ്രോൺ അറ്റ് ഡിഫറൻറ്റ് ഇൻ്റർവൽ, പല ടൈമിലായിട്ട് പല എമൗണ്ടുകളാണ്. അപ്പോൾ റേറ്റിന് മാത്രം വ്യത്യാസമില്ല, റേറ്റ് ഒരു കോൺസ്റ്റൻറ്റ് റേറ്റ് ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ എമൗണ്ട് മാറുന്നുണ്ട്, ഡേറ്റ്സും മാറുന്നുണ്ട്. ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അതിട്ടങ്ങ് ചെയ്താൽ മതി എന്നാണ് നമ്മളോട് ആദ്യം പറഞ്ഞത്. രണ്ടാമത് ഡേറ്റ് തന്നിട്ടില്ലെങ്കിൽ 6/12 വിടണമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇനി മൂന്നാമത്തതിനകത്ത് കോശി എ പാർട്ട്ണർ ഇൻ എ നിങ്ങൾ ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ ഈ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ കാണിച്ചു തരുന്ന ഇല്ലുസ്ട്രേഷൻസ് നിങ്ങൾ ബുക്കിനകത്ത് ഉറപ്പായിട്ടും എഴുതണം. കേസ് 1, 2, 3 എന്ന് തന്നെ എഴുതി നിങ്ങളിത് ചെയ്തിരിക്കണം. അതിൽ നിങ്ങൾ ഉപേക്ഷ വിചാരിക്കരുത്. ഒപ്പം നിന്നാൽ നമുക്ക് നല്ലൊരു മാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കാരണം അത് നമ്മളിവിടെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ തെളിയിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ ഫോളോ ചെയ്ത് പോകുന്നവർ ഈ പറയുന്ന പ്രോബ്ലംസ്, അതുപോലെ തന്നെ ഞാൻ എന്താണോ ഇതിൽ കാണിക്കുന്നത് അത് നിങ്ങൾ എഴുതിയിരിക്കണം. നിങ്ങളുടെ നോട്ട് ബുക്കിനകത്തോട്ട് നിങ്ങളത് എഴുതിയിരിക്കണം. ഓക്കെ, എഴുതാത്തവർ പഴയ വീഡിയോസ് എല്ലാം യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് എടുത്ത് വെച്ച് കണ്ടിട്ട് ഓരോന്നായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ കോശി എ പാർട്ട്ണർ ഇൻ ഫെയിം വിഡ്രോസ് ഫോളോയിങ് എമൗണ്ട് ഡ്യൂറിങ് ദ ഇയർ 2019. 2019 അദ്ദേഹത്തിൻ്റെ വിഡ്രോവലാണ്. ഫെബ്രുവരി 1 ഒരു 2000, മെയ് 1, ജൂൺ 30, ഒക്ടോബർ 31, ഡിസംബർ 31. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ്ഡ് അറ്റ് 15% പെർ ആനം. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓൺ 31 ഡിസംബർ 2019. അപ്പോൾ 31 ഡിസംബർ 2019 കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ. ഈ മെത്തേഡിനെ അറിയപ്പെടുന്ന പേര് പ്രോഡക്റ്റ് മെത്തേഡ് എന്നാണ്. പ്രോഡക്റ്റ് മെത്തേഡ്. പക്ഷേ നമ്മൾ ഉത്തരം ചെയ്യുന്നത് പ്രോഡക്റ്റ് മെത്തേഡ് രീതിയിലാണോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ വ്യത്യാസം വരുത്തിയാണ്. നമുക്ക് പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയാം, പക്ഷേ കുറച്ചൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഞാൻ വരുത്തിയാണ് പഠിപ്പിക്കുന്നത്. സോ നമുക്ക് ആദ്യത്തെ നോക്കാം. ഫെബ്രുവരി 1. അപ്പോൾ ഫെബ്രുവരി 1 അയാൾ 2000 രൂപ ഡ്രോയിങ്സ് എടുത്തു. അപ്പം എമൗണ്ട് തന്നിട്ടുണ്ട് 2000. ഫെബ്രുവരി 1 എടുത്തെന്ന് പറയുമ്പോൾ എത്ര മാസം അയാൾ ആ ഡ്രോയിങ്സ് എടുത്തു, അല്ലെങ്കിൽ എത്ര മാസമായി? ഡിസംബർ 31 ആയപ്പോൾ എത്ര മാസം എടുത്തു എന്ന് നോക്കണം. ഫെബ്രുവരി 1 ഫെബ്രുവരി കൂട്ടാം. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ ഫെബ്രുവരി എടുത്തു. ഫെബ്രുവരി 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. 11 മാസം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ ചെയ്യുമ്പോൾ ഫെബ്രുവരി 1 എടുത്തത്. 2000 രൂപ. ഞാൻ കോളം കൊടുത്തിരിക്കുന്നുണ്ടോ? കോളം കണ്ട് ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഡേറ്റ് ക്വസ്റ്റ്യനെ തന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യനെ തന്നിരിക്കുന്നത് എമൗണ്ട്, പീരീഡ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട സാധനങ്ങളല്ല. ഞാൻ ആകെ കൊടുക്കാത്തൊരു കോളം എന്ന് പറഞ്ഞാൽ റേറ്റുകൾ, കാരണം റേറ്റ് എല്ലാവരും ഒരേപോലെയാണ്. അപ്പോൾ 1 വിഡ്രോ ചെയ്തു. 2000 രൂപയാണ് വിഡ്രോ ചെയ്തത്. പീരീഡ് 11 മാസമുണ്ട്. 11 മാസം നിൽക്കുകയാണ്. ഡിസംബർ 31 ആയപ്പോൾ 11 മാസമായി ഈ 2000 രൂപ പുള്ളിക്കാരൻ എടുത്തിട്ട്. അങ്ങനെയെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എമൗണ്ടേ ഗുണം പീരീഡേ ഗുണം റേറ്റ്. പീരീഡ് എന്ന് പറഞ്ഞാൽ 11 മാസം. അപ്പോൾ 275 രൂപയായി ആ 2000 രൂപയുടെ പലിശ. അടുത്തതെന്ന് പറയുന്നത് മെയ് 1 5000 എടുത്തു. മെയ് 1 അപ്പോൾ നമ്മൾ മെയ് കൂട്ടണം. അങ്ങനെയെങ്കിൽ ദാ കിടക്കുന്ന മെയ് 1, 2, 3, 4, 5, 6, 7, 8. 8 മാസം നോക്കാം. ദാണ്ട മെയ് 1 5000 രൂപ എടുത്തു. 8 മാസം പീരീഡ് ഉണ്ട്. എങ്കിൽ ഇൻട്രസ്റ്റ് 5000 ഗുണം 8/12 ഇൻറ്റു 15/100 500 രൂപ. ജൂൺ 30. അടുത്തത് ജൂൺ 30. ജൂൺ 30 എടുത്തെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ജൂൺ കഴിഞ്ഞു.
അപ്പോൾ ഇനി ജൂൺ കൂട്ടണ്ട. എവിടം തൊട്ട് കൂട്ടിയാൽ മതി? ജൂലൈ മാസം മുതൽ നമ്മൾ ഇനി കൂട്ടിയാൽ മതി. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്ന് പറഞ്ഞാൽ 6 മാസം. അപ്പോൾ ജൂൺ 30 2000 രൂപ 6 മാസത്തേക്ക് 2000 × 6/12 × 15/100. അടുത്ത ഒക്ടോബർ 31. ഒക്ടോബർ കഴിഞ്ഞ് ഇനി 2 മാസം മാത്രം, നവംബർ, ഡിസംബർ. കാരണം ഡിസംബർ 31 ക്ലോസ് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യന് പറയുന്നത്. അങ്ങനെയെങ്കിൽ 2 മാസം 6000 രൂപ, 2 മാസം 6000 × 2/12 × 15/100. അടുത്ത ഡിസംബർ 31 എടുത്തു. എന്നിട്ട് നമ്മളോട് പറയുന്നു അന്നത്തെ ഇൻട്രസ്റ്റ്. അന്ന് ഇൻട്രസ്റ്റ് വരുന്നില്ല. കാരണം അയാൾ എടുത്ത് ഡിസംബർ 31 അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം പീരീഡ് 0 വരും. 0 മാസമാണ് വരുന്നത്, പീരീഡ് വരുന്നില്ല. അപ്പോൾ 2000 × 0, 0ന് എന്തിട്ടിട്ട് ഗുണിച്ചാലും 0 തന്നെയാണ്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 1075. എങ്കിൽ 1075 ഇവിടുത്തെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ ഇത് വ്യക്തമാണെങ്കിൽ മൂന്നാമത്തെ കേസും കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ കേസ് നമ്മൾ പറഞ്ഞത് എമൗണ്ട് ഓഫ് വിഡ്രോവൽ തരും, ഡേറ്റ് തരും, ഇൻട്രസ്റ്റ് തരും. രണ്ടാമത്തെ കേസ് പറഞ്ഞത് വിഡ്രോവലിൻ്റെ ഡേറ്റ് തരില്ല, അപ്പോൾ നമ്മൾ 6/12 വിട്ടു. മൂന്നാമത്തേത് പല എമൗണ്ടുകൾ പല ഇൻ്റർവൽ. അങ്ങനെ വരുമ്പോൾ ആ മെത്തേഡിന് പറയുന്നത് പ്രോഡക്റ്റ് മെത്തേഡ് എന്നായിരിക്കും. നമുക്ക് ആ തന്നിരിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തു പോവുക. ഓരോ ഡേറ്റും എടുത്തതിന് ശേഷം ഇനി എത്ര ഉണ്ട്, ഇനി എത്ര ഉണ്ട്, ഇനി എത്ര ഉണ്ടെന്നുള്ളത് നോക്കി പോവുക. അത് കഴിഞ്ഞാൽ കേസ് നമ്പർ 4. കേസ് നമ്പർ 4ഉം 5ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കേസ് നമ്പർ 4ഉം കേസ് നമ്പർ 5ഉം. കേസ് നമ്പർ 4 നോക്കുകയാണെങ്കിൽ, അപ്പം നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ട് വന്നത് പലയിടത്തും ഫസ്റ്റ് കേസിൽ നമ്മൾ കണ്ടത് ഒരു എമൗണ്ട് മാത്രം, സെക്കൻഡ് കേസിൽ കണ്ടത് ഒരു എമൗണ്ട് മാത്രം, തേർഡ് കേസിൽ കണ്ടത് പല എമൗണ്ടുകളായിരുന്നു. ആദ്യം ഒരു ഫെബ്രുവരി 2000 എടുക്കുന്നു, മാർച്ചിൽ പിന്നെ എടുക്കുന്നു, ഒരു ഓഗസ്റ്റ് ആകുമ്പോൾ 5000 എടുക്കുന്നു, പല എമൗണ്ടുകളാണ്. പക്ഷേ ഇനി നോക്കേണ്ടത് ഫിക്സഡ് എമൗണ്ട് ആണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് ഫിക്സഡ് ആണ്. ഒരു കറക്റ്റ് എമൗണ്ട് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു പാർട്ട്ണറുണ്ട്, പാർട്ട്ണറിൻ്റെ മകളുടെ അല്ലെങ്കിൽ മകൻ്റെ ഫീസ് ബിസിനസ്സാണ് അടയ്ക്കുന്നത്. അപ്പോൾ ആ ഫീസ് എന്ന് പറയുന്നത് ഒരു 2000 രൂപ പെർ മന്താണ്. അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള എന്തെങ്കിലും, ഇപ്പം ബാങ്കിലോട്ട് ഇടുന്നതായാലും അല്ലെങ്കിൽ വേറെ അയാൾക്ക് പേഴ്സണൽ ലോൺ ആയാലും അല്ലെങ്കിൽ ചിട്ടി, അങ്ങനെ എന്തായാലും ബിസിനസ്സാണ് കൊടുക്കുന്നത്. അതൊരു ഫിക്സഡ് എമൗണ്ട് ആണ്. 2000 രൂപ, 5000 രൂപ, 6000 രൂപ, 10000 രൂപ, അതൊരു ഫിക്സഡ് എമൗണ്ട് ആണ്. അപ്പോൾ ആ ഫിക്സഡ് എമൗണ്ട് ഓരോ മാസവും വിഡ്രോ ചെയ്താൽ അതെങ്ങനെ ആ ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് കണ്ടുപിടിക്കും? ഇതൊരു വലിയ കേസാണ്. 2 രീതിയിൽ തന്നെ ഞാനിത് പറയും. ഒന്ന് നമ്മുടെ ബേസ് പരമായിട്ടും, രണ്ടാമത്തത് അതൊക്കില്ല എന്നുള്ളവർക്കുള്ള രീതിയിലും പറയാം. എങ്കിൽ അതിൽ തന്നെ 3 സബ് കേസസ് ആയിട്ട് വരികയാണ്. ഒന്ന്, ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ എന്ന് വെച്ചാൽ ഫിക്സഡ് എമൗണ്ട് എടുക്കുന്നു ഓൺ ഫസ്റ്റ് ഡേ ഓഫ് മന്ത്. മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിലാണ് എടുക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഏപ്രിൽ 1 എടുക്കുന്നു, അല്ലെങ്കിൽ ഏപ്രിൽ 2 എടുക്കുന്നു, മെയ് 1 അല്ലെങ്കിൽ മെയ് 2, ജൂലൈ, ജൂൺ, ഇതെല്ലാം 1-ാം തീയതിയോ 2-ാം തീയതിയോ ഫസ്റ്റ് ഡേകളിൽ എടുക്കുകയാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. അപ്പോൾ ചിട്ടി അടയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും കൊണ്ട് അടച്ചാൽ പോരാ. ചിട്ടി അടയ്ക്കുമ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ഡേറ്റിൽ തന്നെ അടയ്ക്കേണ്ടി വരും. ആ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഫീസ് അടയ്ക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കേണ്ടത്, പത്രം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചിലപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ തന്നെ ഫസ്റ്റ് ഡേയിൽ തന്നെ കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എമൗണ്ടും തരും, നിങ്ങൾക്ക് ഇൻട്രസ്റ്റും തരും, പക്ഷേ പീരീഡ് തരുന്നില്ല. അപ്പോൾ പീരീഡ് തരുന്നില്ലെങ്കിൽ നമ്മൾ ആ പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു തരാം. ചിലരൊക്കെ കാണാതെ പഠിച്ചു ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ഇത്ര ഇട്ട് കുടിക്കണം. അപ്പോൾ കുറേ ഡേറ്റ് നിങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ പീരീഡ് നിങ്ങൾ കാണാൻ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതല്ല വേണ്ടത്. നമുക്കിവിടെ വേണ്ടത് അതിൻ്റെ ബേസ് ഞാനൊന്ന് പറഞ്ഞു തരാം. ഇത്രയും ഉള്ളൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പീരീഡാണ്. പീരീഡിനെ ആവറേജ് പീരീഡ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ആവറേജ് പീരീഡ്, ശരാശരി പീരീഡ്. ആവറേജ് പീരീഡ് കണ്ടുപിടിക്കുന്നതിന് വേറെ ഒന്നും ചിന്തിക്കണ്ട. നിങ്ങൾ ഡ്രോയിങ്സ് എടുത്ത ഡേറ്റ്, ആ ഡേറ്റിൽ നിന്നും ഇനി എത്ര മാസമുണ്ട്. അപ്പം നിങ്ങൾ ഡ്രോയിങ്സ് എടുക്കുന്നത് ഏപ്രിൽ 1 അല്ലെങ്കിൽ ഡിസംബറിലാണ് ബുക്ക് ക്ലോസ് ചെയ്യുന്നത്, ജനുവരി 1 നിങ്ങൾ എടുത്തതെന്ന് വിചാരിക്കാം. ജനുവരി 1 നിങ്ങൾ എടുത്തെങ്കിൽ ഇനി റിമൈനിങ് പീരീഡ് എത്ര ഉണ്ടെന്ന് നോക്കുക. റിമൈനിങ് പീരീഡ്, അപ്പോൾ നിങ്ങൾ എടുത്തത് ഏപ്രിൽ 1-ാം തീയതിയാണ്. ഏപ്രിൽ 1 നിങ്ങൾ എടുത്തെങ്കിൽ ഏപ്രിൽ മാസം കൂട്ടണമെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ റിമൈനിങ് പീരീഡ് എന്ന് പറയുന്നത് ഏപ്രിൽ അല്ലല്ലോ, നമ്മൾ പറഞ്ഞത് ജാനുവരി അല്ലേ. ജാനുവരി 1 നിങ്ങൾ എടുത്തതെന്ന് വിചാരിക്കുക. ജാനുവരി 1 നിങ്ങൾ എടുത്തതെങ്കിൽ ഇനി നിങ്ങളുടെ റിമൈനിങ് പീരീഡ് എന്ന് പറയുന്നത് ജനുവരി കൂട്ടണം നിങ്ങൾ.
എന്തിനാണ് ജനുവരി കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ 1-ാം തീയതിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് പ്രകാരം. അങ്ങനെയെങ്കിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എത്ര മാസം വരും? 12 മാസവും വരുന്നു. കൂട്ടി നോക്ക്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പോൾ റിമൈനിങ് പീരീഡ് പ്ലസ് ഇത് ഞാൻ ഫസ്റ്റ് ഡേറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞ സബ് ക്ലോസ് എ അല്ലെങ്കിൽ ഫസ്റ്റ് കേസാണ്. അപ്പോൾ റിമൈനിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ 12 പ്ലസ് നിങ്ങൾ ലാസ്റ്റ് വിഡ്രോ ചെയ്യുന്ന ഡേറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ലാസ്റ്റ് വിഡ്രോ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസംബർ 1-ാം തീയതി അല്ലെങ്കിൽ ഡിസംബർ 2-ാം തീയതി ആയിരിക്കും. അപ്പം ആദ്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഫസ്റ്റ് വിഡ്രോ ചെയ്ത ഡേറ്റിൽ നിന്നും ഇനി റിമൈനിങ് പീരീഡ് എത്ര ഉണ്ടെന്ന്, റിമൈനിങ് മാസം എത്ര ഉണ്ട്. ഫസ്റ്റ് വിഡ്രോ ചെയ്ത് ജനുവരി 1-നാണ്, റിമൈനിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ 12 മാസം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു പ്ലസ് ഇട്ടിട്ട് ലാസ്റ്റ് വിഡ്രോ ചെയ്യുന്ന ഡേറ്റിൽ നിന്നും റിമൈനിങ് പീരീഡ് എത്ര ഉണ്ടെന്ന് നോക്കണം. ലാസ്റ്റ് വിഡ്രോ ചെയ്യുന്ന ഡിസംബർ 1-ആണ്. ആ ഡിസംബർ 1-ൽ നിന്നും എത്ര റിമൈനിങ് പീരീഡ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഡിസംബർ 1 എന്ന് പറയുമ്പോൾ ഡിസംബർ നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല. ഡിസംബർ ആയിട്ടില്ല, ഡിസംബർ വന്നിട്ടില്ല. അപ്പോൾ ഇനി എത്ര റിമൈനിങ് പീരീഡ് ഉണ്ടെന്ന് ചോദിച്ചാൽ 1 മാസം. കാരണം ഡിസംബർ 1 എന്ന് പറയുമ്പോൾ ഡിസംബർ നമ്മൾ കൂട്ടിയിട്ടില്ല, ഡിസംബർ വന്നിട്ടില്ല. അപ്പോൾ ഇനി എത്ര റിമൈനിങ് പീരീഡ് ഉണ്ടെന്ന് ചോദിച്ചാൽ 1 മാസം വരും. അതേസമയം ഡിസംബർ 30 ആയിരുന്നെങ്കിൽ നമ്മൾ പറയും ഡിസംബർ കഴിഞ്ഞു പോയി, ഡിസംബർ ഇനി നമുക്ക് കൂട്ടാൻ പറ്റില്ല. പക്ഷേ /ഡിസംബർ 1 വന്നിടത്തോളം ഡിസംബർ ഇനി 1 മാസം കൂടെ കിടക്കുകയാണ്. എങ്കിൽ റിമൈനിങ് പീരീഡ് 1 ഉണ്ട്, ഡിവൈഡഡ് ബൈ 2. അപ്പം 13/2 എന്ന് വരും. 13/2 എന്ന് പറഞ്ഞാൽ 6.5. അപ്പം നിങ്ങളുടെ ആവറേജ് പീരീഡ് 6.5. എപ്പോഴാ? ഫസ്റ്റിലെ ഓൺ ദ ഫസ്റ്റ് ഓഫ് ദ മന്ത്, ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത്, ആദ്യത്തെ മന്തിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ എടുക്കുകയാണെങ്കിൽ 6.5 നിങ്ങളുടെ ആവറേജ് പീരീഡ്. എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ പറയണം, നിങ്ങൾ ഫസ്റ്റിലെ എടുത്ത ഡേറ്റ്, അവിടെ നിന്നും ഇനി എത്ര മാസം? 12 മാസം. നിങ്ങൾ ലാസ്റ്റ് എടുത്ത ദിവസം, ലാസ്റ്റ് നിങ്ങൾ വിഡ്രോ ചെയ്ത ഡേറ്റ്, ഇനി എത്ര മാസം ബാക്കിയുണ്ട്? 1 മാസം. 12 1 13 ഡിവൈഡ് ബൈ 2. ആവറേജ് കണ്ടുപിടിക്കാൻ ഡിവൈഡഡ് ബൈ എണ്ണം കൊണ്ടാണല്ലോ ഹരിക്കുന്നത്. അപ്പോൾ ബൈ 2. അങ്ങനെയെങ്കിൽ 6.5. ശരി, അങ്ങനെയെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നിങ്ങളിപ്പോൾ എടുക്കാൻ പോകുന്നത്, നിങ്ങൾ എടുക്കുന്നത് ലാസ്റ്റ് ഡേറ്റിലാണ്. നിങ്ങൾ എടുക്കുന്ന ലാസ്റ്റ് ഡേറ്റിലാണ്. ലാസ്റ്റ് ഡേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ആവറേജ് പീരീഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഏപ്രിൽ 30 എടുക്കുന്നത്. ഇനി എത്ര റിമൈനിങ് പീരീഡ് ഉണ്ട്? ഏപ്രിൽ പോയി, ഇനി ഏപ്രിൽ ഇല്ല. ഏപ്രിൽ 30 എന്ന് പറയുമ്പോൾ ഇനി ഏപ്രിൽ ഇല്ല, ഏപ്രിൽ പോയി. അപ്പോൾ ഇനി റിമൈനിങ് പീരീഡ് 11 മാസമേ ഉള്ളൂ. ചിന്തിച്ചു നോക്ക്. ഏപ്രിൽ പോയി കഴിഞ്ഞാൽ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ജനുവരി അല്ലേ ഞാൻ പറഞ്ഞത്, ഐ എം സോറി, റിയലി സോറി, ജനുവരി 30. അങ്ങനെയെങ്കിൽ ഇനി റിമൈനിങ് പീരീഡ് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 11 മാസമേ ഉള്ളൂ. പ്ലസ് ഞാൻ പിന്നെ പറഞ്ഞെന്തുവാ, നിങ്ങൾ ലാസ്റ്റ് വിഡ്രോ ചെയ്യുന്നത്, ആ ലാസ്റ്റ് വിഡ്രോ ചെയ്തിട്ട് ഇനി എത്ര റിമൈനിങ് പീരീഡ് ഉണ്ട്? ലാസ്റ്റ് വിഡ്രോ ചെയ്യുന്നത് ഡിസംബർ 30 ഡിസംബർ 31 ആയിരിക്കും. ഇനി റിമൈനിങ് പീരീഡ് ഇല്ല. കാരണം ഡിസംബർ 31 ബുക്ക് ക്ലോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിസിനസ് എൻഡ് ആവുന്നത്, ആ അക്കൗണ്ടിങ് പീരീഡ് തീരുന്നത്. അപ്പോൾ ഇനി ഇല്ല. അങ്ങനെയെങ്കിൽ +0 വരും, ഡിവൈഡഡ് ബൈ 2. 11 ഡിവൈഡഡ് ബൈ 2 5.5 എന്നായിരിക്കും വരുന്നത് ആവറേജ് പീരീഡ്. ലാസ്റ്റാണ് നിങ്ങൾ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ. ഇനി നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന പകുതിക്കിട്ടാണ്, മിഡിലിട്ടാണെങ്കിൽ നോക്ക്. മിഡിലിട്ടാണെങ്കിൽ ആവറേജ് പീരീഡ് എന്ന് പറയുന്നത് ചിന്തിച്ച് നോക്ക്. മിഡിലിലാണ് എടുക്കുന്നത്, ഒരു ജനുവരി 15 എടുക്കുന്നത്. റിമൈനിങ് പീരീഡ് ഇനി എത്ര ഉണ്ട്? 11.5 മാസം. ആലോചിച്ച് നോക്ക്. അരമാസം, ജനുവരി ഇനി അരമാസം കിടപ്പുണ്ട്. കാരണം 15 വിഡ്രോ ചെയ്ത്, റിമൈനിങ് പീരീഡ് അരമാസം കിടക്കുന്നു, പിന്നെ ഒരു 11 മാസം കിടക്കുന്നു. അങ്ങനെയെങ്കിൽ 11.5 മാസം. നിങ്ങൾ ലാസ്റ്റ് വിഡ്രോ ചെയ്ത എന്ന്, അത് ഡിസംബർ 15. ഇനി എത്ര മാസം കിടക്കുന്നു? അരമാസം. അങ്ങനെയെങ്കിൽ 11.5 + അര ഡിവൈഡഡ് ബൈ 2. 11 വരെയും 12. 12 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 6. അപ്പം ആവറേജ് പീരീഡ് 3ൻ്റെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇവിടെ നേരിട്ടങ്ങ് പറയുകയാണ്, ഫസ്റ്റ് ഡേ ആണെങ്കിൽ 6.5 ഡിവൈഡഡ് ബൈ 12 നിങ്ങളുടെ ആവറേജ് പീരീഡ്. ലാസ്റ്റ് ഡേ ആണെങ്കിൽ 5.5 ഡിവൈഡ് ബൈ 12. മിഡിലാണെങ്കിൽ 6/12. അപ്പം നിങ്ങളുടെ ഈ ഒരു ബേസ് അതിൻ്റെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കിട്ടാത്തവർ, അല്ലെങ്കിൽ അത് മനസ്സിലാകാത്തവർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് എന്നിട്ടും പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളിത് കാണാൻ പിടിച്ചു വെക്കുക. ഫസ്റ്റ് ഡേ ആണെങ്കിൽ 6.5, ലാസ്റ്റ് ഡേ ആണെങ്കിൽ 5.5. ഫസ്റ്റ് ആണെങ്കിൽ 6.5, മിഡിലാണെങ്കിൽ 6, ലാസ്റ്റ് ആണെങ്കിൽ 5.5. അങ്ങനെ പഠിച്ചു വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ പ്രോബ്ലം ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കൂ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ പ്രോബ്ലം
ത്തിലേക്ക് കടന്നാൽ ഞാൻ എല്ലാ പ്രോബ്ലവും ഒരേ മോഡലാണ് ഇട്ടിരിക്കുന്നത്. ചീക്കു വിഡ്രോസ് 10,000 റെഗുലർലി ഓൺ ഫസ്റ്റ് ഡേ ഓഫ് ഈച്ച് മന്ത്. ഓരോ മാസവും ചീക്കു 10,000 എടുക്കുന്നുണ്ട്. പലർക്കും തെറ്റുന്ന എവിടാണ്? അയാൾ ഓരോ മാസവും 10,000 എടുത്തു എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു വർഷത്തത് 1,20,000, അതായത് 10,000 ഗുണം 12 ആയിരിക്കും. ഇത് പലരും കൊണ്ടുപോയി തെറ്റിക്കുന്നതാണ്. എല്ലാവരും 10,000 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഒരിക്കലും അയാളുടെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തത് 10,000 അല്ല. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഈച്ച് മന്ത് എന്നവർ എടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻ ഉള്ളവർ മലയാളം ക്വസ്റ്റ്യനും കൂടെ വായിക്കുക. ഞാനിപ്പോൾ ഇതിൽ മലയാളം ഉൾപ്പെടുത്തിയിട്ടില്ല. മലയാളം ക്വസ്റ്റ്യനും കൂടെ വായിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരു കൺക്ലൂഷനിലെത്താവൂ. ഇംഗ്ലീഷ് വായിച്ചിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മലയാളം ക്വസ്റ്റ്യനും കൂടെ നിങ്ങളൊന്ന് വായിക്കുക. എക്കണോമിക്സിന് മാത്രമേ എനിക്ക് തോന്നുന്നു മലയാളം ക്വസ്റ്റ്യൻ വായിച്ചാൽ നിങ്ങൾക്ക് പിടി കിട്ടാതിരിക്കത്തുള്ളൂ. പിന്നെ കമ്പ്യൂട്ടറിന് മലയാളം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം നമുക്കിവിടെ നമ്മളിപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നിടത്ത് കമ്പ്യൂട്ടർ ഇല്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ മലയാളം ക്വസ്റ്റ്യനും കൂടെ വായിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങളൊരു കൺക്ലൂഷനിലെത്താവൂ. അല്ല നിങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ വെപ്രാളം കൂട്ടി നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. എനിക്കിപ്പോൾ അയച്ചു തരുന്ന 1-2 പേര് ഈ വെപ്രാളം കൂട്ടി തെറ്റെഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് ഈ പറയുന്ന 10,000 അപ്പോൾ നമുക്ക് ഇവിടെ എമൗണ്ട് ഉണ്ട്. 10,000 എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10,000 × 12 1,20,000 ഇവിടുത്തെ എമൗണ്ട് എന്ന് പറയുന്നത്. 1.2 lakhs. ശരി, ഈ 1,20,000 എമൗണ്ട് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് 12 തന്നിട്ടുണ്ട്. അപ്പം എമൗണ്ട് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ പീരീഡ് മാത്രം പറയുന്നില്ല. പീരീഡ് ക്വസ്റ്റ്യനിൽ പറയുന്നില്ലെങ്കിൽ നമ്മൾ 6/12 ഇട്ട് ചെയ്യണമെന്നാണ് പഠിച്ചത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട് ഓൺ ദ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് 6/12 ഇടാൻ പറ്റില്ല. നമ്മൾ പഠിച്ചു വന്ന ഇതായിരുന്നു, ഫസ്റ്റ് കേസ് എല്ലാം തരും, ചുമ്മാ അതിട്ട് കൊടുത്താൽ മതി, പുട്ട് കണക്ക്. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞത് ആ ക്വസ്റ്റ്യനകത്ത് ഡേറ്റ് തരുന്നില്ല, പീരീഡ് തരുന്നില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് 6/12 ഇടാം. ഈ കേസിനകത്ത് എന്തുവാ പ്രശ്നമെന്ന് ചോദിച്ചാൽ ഡേറ്റ് പറയുന്നില്ല. അപ്പം സാറേ 6/12 ഇട്ടൂടെ? ഇടാൻ പറ്റില്ല. അതെന്താ സാറേ? ഇവിടെ ക്വസ്റ്റ്യനിൽ അവർ എടുത്ത് പറയുന്നുണ്ട് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ഈച്ച് മന്ത്. ഓരോ മന്തിൻ്റെയും ഫസ്റ്റ് ഡേയിലാണ് എടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും സാറേ? ആലോചിച്ച് നോക്കുന്നവർ ആലോചിച്ച് നോക്കിയെടുക്കുക. അതല്ല കാണാതെ പഠിച്ചവർ ചുമ്മാ 6.5 ഇടുക. ആലോചിച്ച് നോക്കുക, ഫസ്റ്റ് ഡേയിലാണ് എടുത്തത്. അപ്പോൾ ഞാനൊന്ന് ചിന്തിക്കുന്നു, ജനുവരി ആദ്യം എടുത്തെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി റിമൈനിങ് പീരീഡ് എത്ര? ഫസ്റ്റ് വിഡ്രോവൽ കഴിഞ്ഞ് റിമൈനിങ് പീരീഡ് എത്ര? ജനുവരി 1 എടുത്തെങ്കിൽ അപ്പോൾ ജനുവരി കൂട്ടണം, അപ്പോൾ 12 മാസം റിമൈനിങ്. ഓക്കെ, പ്ലസ് ലാസ്റ്റ് ഡേറ്റ് ആലോചിക്കുക. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ December 1 or 2 ആയിരിക്കും. ഇനി റിമൈനിങ് പീരീഡ് 1 മാസം. അപ്പം 12 + 1 / 2 എന്ന് പറഞ്ഞാൽ 13/2 6.5. ബേസ് ഉണ്ടെങ്കിൽ വേറെ ഒന്നും ആലോചിക്കേണ്ട, 6.5 ബേസ് ഉണ്ടെങ്കിൽ അത് വേണം. കാരണം ബേസ് ഉള്ളത് എന്തിനാണെന്ന് ചോദിച്ചാൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതങ്ങ് കാണാ പഠിയടാ, അല്ലേടി ഇതങ്ങ് നീ കാണാ പഠിച്ച് വെച്ചാൽ മതിയടി, 6.5 അപ്പം അവൻ ചോദിക്കുകയാണല്ലോ, അവൾ ചോദിക്കുകയാണ് അതെന്താടേ അത് 6.5 വന്നത്? അതെനിക്കറിയത്തില്ല. എന്നാൽ മോശമല്ലേ? അപ്പോൾ ആ ബേസ് കൂടെ പഠിച്ചു വെക്കുക. ഇപ്പം ഞാൻ നിങ്ങളോട് വന്നിട്ട് പറയാം ദാണ്ട ഫിക്സഡ് എമൗണ്ട് ഫസ്റ്റ് ഡേയിലാണ് എടുക്കുന്നതെങ്കിൽ 6.5. അപ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലായി അതെന്താ 6.5 വന്നത്? സാറ് പറഞ്ഞു തരാത്ത എന്താ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേണ്ടവർ അത് എടുക്കുക, ഇല്ലാത്തവർ ജസ്റ്റ് 6.5. ഫസ്റ്റ് ഡേ ആണെങ്കിൽ 6.5. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ പീരീഡ് എന്ന് പറഞ്ഞാൽ 6.5 ആയിരിക്കും. നോക്കാം, 1,20,000 ഗുണം എമൗണ്ട് ഗുണം 12/100 ഇൻട്രസ്റ്റ് ഗുണം നമ്മുടെ പീരീഡ് 6.5 / 100 അല്ലേ? ഇത് 12 ആണ് കേട്ടോ, തെറ്റിപ്പോയതാണ്. 6.5 / 12. അപ്പം നിങ്ങളുടെ ആൻസർ ചെറിയ വ്യത്യാസം വരുമല്ലോ. ഇവിടെ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. 7,800 ആൻസർ. ഓക്കെ, അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അവിടെ 7,800 ആൻസർ വരേണ്ടത്. അപ്പോൾ ആ ക്വസ്റ്റ്യനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിരുത്തിക്കോണം. ഇവിടെ 12 ആയിരുന്നു വരേണ്ടത്, ഇവിടെ 100 വന്നു പോയി. ഇപ്പോൾ 12 വരുമ്പോഴത്തേക്ക് 7,800 ഉത്തരം കിട്ടും. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് ഫസ്റ്റ് ഡേയുടെ പ്രോബ്ലമാണ്. ഇനി കാണാൻ പോകുന്നത് സെയിം ക്വസ്റ്റ്യൻ തന്നെ. ചീക്കോ വിഡ്രോസ് 10,000 റെഗുലർലി ഇൻ മിഡിൽ ഓഫ് ഈച്ച് മന്ത്. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ തന്നെ ആ ക്വസ്റ്റ്യനകത്ത് കണ്ടത് ഫസ്റ്റ് എന്നായിരുന്നു കണ്ടതല്ലേ, ഫസ്റ്റ് ഡേ എന്നായിരുന്നു. ഇനി വിഡ്രോ ചെയ്യാൻ പോകുന്നത് മന്തിൻ്റെ മിഡിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ റേറ്റുകൾ അല്ലെങ്കിൽ പീരീഡ് ഓർത്ത് വെക്കുക. ഒന്നാമത്തത് 6.5,
6, 5.5. 6.5 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ, 6 എന്ന് പറഞ്ഞാൽ മിഡില്, 5.5 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡേ. എങ്കിൽ മിഡിലാണ്, അപ്പോൾ തന്നെ മനസ്സിൽ ഓർമ്മ വരണം 6ആണ്. ഇനി അല്ലാതെ ചിന്തിക്കേണ്ടവരാണ് ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് പ്രകാരം ചിന്തിച്ചെടുക്കുക. കാണാതെ പഠിക്കേണ്ടവർ കാണാതെ പഠിച്ചെടുക്കുക. ഇൻട്രസ്റ്റ് റേറ്റ് 12%. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എല്ലാം തന്നിട്ടുണ്ട്, എമൗണ്ട് തന്നിട്ടുണ്ട്. 10,000 പെർ മന്ത് ആണ്. എപ്പോഴും ആലോചിക്കണം, 10,000 പെർ മന്ത് ആണ്. അപ്പോൾ 10,000 ഗുണം 12 1,20,000 ആയിരിക്കും എമൗണ്ട്. 1,20,000 ഗുണം 12 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 6/12. ആവറേജ് പീരീഡ് 6/12 എന്നുണ്ടല്ലോ, 7,200 വരും. തേർഡ് ക്വസ്റ്റ്യൻ, ചീക്കോ വിഡ്രോസ് 10,000 റെഗുലർലി ഓൺ ലാസ്റ്റ് ഡേ. ക്വസ്റ്റ്യൻ മാറുന്ന കണ്ടോ, ലാസ്റ്റ് ഡേ. ക്വസ്റ്റ്യനകത്ത് ഒന്നും പറയുന്നില്ല, എല്ലാം സൈലൻ്റ് ആണെങ്കിൽ 6/12. ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നുണ്ടെങ്കിൽ 6.5/12. ക്വസ്റ്റ്യനിൽ മിഡിൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ 6/12. ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് ഡേ എന്നാണ് പറയുന്നതെങ്കിൽ 5.5 ഡിവൈഡഡ് ബൈ 12. അങ്ങനെയെങ്കിൽ ഇൻട്രസ്റ്റ് മാറുന്നില്ല, 12% തന്നെയാണ്. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1,20,000 ഗുണം ഇൻട്രസ്റ്റ് റേറ്റ് 12/100 ഇൻറ്റു 5.5 ഡിവൈഡഡ് ബൈ 12. അപ്പം 6,600 വരും. അപ്പോൾ നമ്മൾ ആ 3 കേസസും, അതാ 3 കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത് ഫസ്റ്റ് ഡേയിലാണെങ്കിൽ 6.5, ലാസ്റ്റ് ഡേയിലാണെങ്കിൽ 5.5, മിഡിലാണെങ്കിൽ 6. ആ 3 കേസസ് കഴിഞ്ഞാൽ നമ്മുടെ അപ്പം കേസ് 4ൻ്റെ 3 സബ് കേസസ് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ അടുത്ത കേസ് 5 ആണ്. ഇവിടെ വീണ്ടും ഒരു മിസ്റ്റേക്ക്, കേസ് 5 ആണ്. 5ാമത്തെ കേസ്, ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ ക്വാർട്ടർലി. എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത് ഇതുവരെ നമ്മൾ കണ്ടത് മന്ത്ലി ആയിരുന്നു. ഫിക്സഡ് ആയിട്ടൊരു എമൗണ്ട് മന്ത്ലി പോകുന്നുണ്ടായിരുന്നു. ഇനി ക്വാർട്ടർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസം കൂടുന്നതാണ് ഒരു ക്വാർട്ടർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ജനുവരി മുതൽ പറയുകയാണെങ്കിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇതൊരു ക്വാർട്ടറാണ്. ഏപ്രിൽ, മെയ്, ജൂൺ 2ാമത്തെ ക്വാർട്ടർ. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ അത് 3ാമത്തെ ക്വാർട്ടർ. ഒക്ടോബർ, നവംബർ, ഡിസംബർ ഇത് 4ാമത്തെ ക്വാർട്ടർ. അപ്പോൾ 12 മാസം എന്ന് പറഞ്ഞാൽ 4 ക്വാർട്ടറുകളാണ്. 3 മാസം വരുന്ന 4 ക്വാർട്ടറുകൾ. അപ്പോൾ ഈ ക്വാർട്ടറിലാണ് അവർ എന്ത് ചെയ്യുന്നത്, എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത്. അവിടെയും 3 സബ് കേസസ് വരികയാണ്. ഒന്നാമത്തത്, ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ അറ്റ് ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ. ഒരു ക്വാർട്ടറിൻ്റെ ബിഗിനിങ്ങിൽ, അതായത് ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ചാണ് അതിൻ്റെ ബിഗിനിങ്. അപ്പോൾ ജനുവരി മാസത്തിലാണ് എമൗണ്ട് എടുക്കുന്നതെന്ന് വിചാരിക്കുക. തൊട്ടപ്പുറത്തോട്ട് വരുമ്പോൾ ഏപ്രിൽ മാസം, തൊട്ടപ്പുറത്തോട്ട് വരുമ്പോൾ ജൂലൈ മാസം, തൊട്ടപ്പുറം വരുമ്പോൾ ഒക്ടോബർ മാസം. അപ്പോൾ ക്വാർട്ടറിൻ്റെ ഫസ്റ്റ് മന്തിൽ, ക്വാർട്ടർ എന്ന് പറയുമ്പോൾ 3 മാസമാണ്, അതിൻ്റെ ഫസ്റ്റ് മന്തിലാണ് വിഡ്രോ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് കോൺസെപ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. കോൺസെപ്റ്റ് ഇത്രയും ഉള്ളായിരുന്നു. നമ്മൾ ആദ്യം എന്നാണോ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത്, അപ്പം ബിഗിനിങ് ഓഫ് ദ ക്വാർട്ടർ ആണല്ലോ. അപ്പോൾ ജനുവരി മാസത്തിൽ വിഡ്രോ ചെയ്തു എന്ന് കരുതുക. അങ്ങനെ ജനുവരി മാസത്തിൽ വിഡ്രോ ചെയ്ത് കഴിഞ്ഞുവെങ്കിൽ ഇനി എത്ര മാസം ബാക്കി നിൽക്കുന്നു? അപ്പോൾ ജനുവരിയിൽ നമ്മൾ വിഡ്രോ ചെയ്തു, ജനുവരിയുടെ ആദ്യം വിഡ്രോ ചെയ്തെന്നാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇനി എത്ര മാസം ഉണ്ടെന്ന് ചോദിച്ചാൽ 12 മാസം ഇനിയും കിടപ്പുണ്ട്. ജനുവരിയുടെ ആദ്യമാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. ലാസ്റ്റ് നമ്മൾ എന്നാണ് വിഡ്രോ ചെയ്തത്? ലാസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ ആണ് ലാസ്റ്റ് ക്വാർട്ടർ. ആ ലാസ്റ്റ് ക്വാർട്ടറിൻ്റെ ബിഗിനിങ് എന്ന് പറയുമ്പോൾ ഒക്ടോബറിലാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, ലാസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ ആണ്. ഇതിൻ്റെ ബിഗിനിങ്ങിൽ വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒക്ടോബർ മാസത്തിൽ വിഡ്രോ ചെയ്തു എന്നാണ് അർത്ഥം. അപ്പോൾ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾ വിഡ്രോ ചെയ്തുവെങ്കിൽ ഇനി റിമൈനിങ് മാസം എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 3 മാസം ഡിവൈഡഡ് ബൈ 2 ഈസിക്കൽ ടു 15/2 7.5. അപ്പം ക്വാർട്ടറിൻ്റെ ബിഗിനിങ്ങിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആവറേജ് പീരീഡ് 7.5. ഇനി നിങ്ങൾ എടുക്കുന്നത് ക്വാർട്ടറിൻ്റെ മിഡിലാണ്. ക്വാർട്ടറിൻ്റെ മിഡിലാണെങ്കിൽ ആലോചിച്ച് നോക്കുക, ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആയിരുന്നു. ഇതിൻ്റെ മിഡിലിൽ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫെബ്രുവരി ആദ്യം എടുക്കുന്നു എന്ന് ചിന്തിക്കുക. ഫെബ്രുവരി ആദ്യം എടുക്കുന്നുവെങ്കിൽ ഇനി നിങ്ങൾക്ക് എത്ര മാസം ബാക്കിയുണ്ട്? ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ള മാസം എന്ന് പറഞ്ഞാൽ 11 മാസം. ഓക്കെ ആണോ? അപ്പോൾ ഇനി എത്ര മാസം ബാക്കി വരുമെന്ന് ചോദിച്ചാൽ പിന്നെ ഇനി അതിനകത്ത് ബാക്കി വരുന്നത് 11 മാസം എന്ന് പറയാം. അല്ലെങ്കിൽ ഫെബ്രുവരിയുടെ പകുതിയിൽ നിന്നാണ് നിങ്ങൾ എടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഫെബ്രുവരിക്ക് അവസാനമാണ് എടുക്കുന്നതെങ്കിൽ 10 മാസം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും മതി. അതുപോലെ തന്നെ ലാസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ 10 മാസം വന്നു കഴിഞ്ഞാൽ അവസാനത്തെ നിങ്ങൾ നവംബറിൽ നിന്നും എടുക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് റിമൈനിങ് ആയിട്ടുള്ളത് 2 മാസം. അങ്ങനെയെങ്കിൽ 10 പ്ലസ് 2/2 12/2 6 കിട്ടും. അപ്പം ബിഗിനിങ്ങിലാണെങ്കിൽ 7.5, ക്വാർട്ടറിൻ്റെ മിഡിലിലാണെങ്കിൽ 6,
എന്ന് പറഞ്ഞാൽ 1.5-യുടെ വ്യത്യാസമുണ്ട്. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പറയാവുന്നേ എത്ര വരും? 4.5 വരും. നോക്കാം. അവസാനമാണ് എടുക്കുന്നത്, നിങ്ങൾ മാർച്ചിലാണ് എടുക്കുന്നത്. മാർച്ചിലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കിനി റിമൈനിങ് ആയിട്ടുള്ള മാസം എത്ര വരും? 9 മാസം ബാക്കി വരും ആയിരിക്കുമല്ലോ. 9 മാസമാണ് നിങ്ങൾക്ക് റിമൈനിങ് ആയിട്ട് വരുന്നത്. റിമൈനിങ് ആയിട്ട് 9 മാസം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ക്വാർട്ടറിൻ്റെ ലാസ്റ്റ് എടുക്കുന്നത് ഡിസംബറിലായിരിക്കും. ഇനി മാസമില്ല. അപ്പം 9 + 0/2 = 4.5. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം എടുക്കുന്നതിൻ്റെ റിമൈനിങ് പീരീഡ് പ്ലസ് ലാസ്റ്റ് എടുക്കുന്നതിൻ്റെ റിമൈനിങ് പീരീഡ് /2. അപ്പോൾ പെട്ടെന്ന് പഠിക്കുന്നതിനായിട്ട് ഫിക്സഡ് എമൗണ്ട് എടുക്കുന്നത് ക്വാർട്ടറിൻ്റെ ബിഗിനിങ്ങിലാണെങ്കിൽ 7.5, ക്വാർട്ടറിൻ്റെ മിഡിലിലാണെങ്കിൽ 6, ക്വാർട്ടറിൻ്റെ എൻഡിലാണെങ്കിൽ 4.5. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. സെയിം പ്രോബ്ലം തന്നെ, മാറ്റങ്ങൾ വരുത്തുന്നില്ല. ചീക്കു വിഡ്രോസ് 10,000 അറ്റ് ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ. ഇൻട്രസ്റ്റ് റേറ്റ് 12. ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ ആണ്. ബിഗിനിങ് ആണെങ്കിൽ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 7.5 വരും. ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. 1,20,000 × 12/100 × 7/12. അടുത്തത് സെയിം പ്രോബ്ലം. ചീക്കു വിഡ്രോസ് 10,000 അറ്റ് മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ. മിഡിലാണെങ്കിൽ 6. രണ്ടിടത്ത് മിഡിൽ 6. മന്ത് ആണെങ്കിലും 6 തന്നെ വരും. ഇനി ക്വാർട്ടർ ആണെങ്കിലും 6 തന്നെ വരും. മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ അങ്ങനെയെങ്കിൽ 6/12. അടുത്ത ക്വസ്റ്റ്യൻ. ചീക്കു വിഡ്രോസ് 10,000 അറ്റ് എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ. എൻഡ് ആണെങ്കിൽ 4.5. അപ്പം ഈ കൊടുത്തിരിക്കുന്ന ഇല്ലുസ്ട്രേഷനിലെല്ലാം നിങ്ങൾ ചെയ്യണം. ഒരെണ്ണം പോലും വിടാൻ പാടില്ല. കറക്റ്റായിട്ട് എന്നെ ഫോളോ ചെയ്ത് പോകുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്തിരിക്കണം? ഈ ഇല്ലുസ്ട്രേഷനൂടെ നിങ്ങളുടെ ബുക്കിൽ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ തരുന്ന പ്രോബ്ലങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു ബേഡ്സ് ഐ വ്യൂ ആണ് തന്നിരിക്കുന്നത്. മൊത്തത്തിലൊന്ന് നമ്മൾ ഒന്നും കൂടെ അവലോകനം ചെയ്യുകയാണ്. ഒന്നാമത്തെ കേസിൽ പറഞ്ഞത് എമൗണ്ട് ഓഫ് വിഡ്രോവൽ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡേറ്റ് ഗിവൺ എല്ലാം തന്നിട്ടുണ്ട്. ആസ് പെർ ദ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് പോലെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്യുക. രണ്ടാമത്തെ കേസ് ഡേറ്റ് ഓഫ് വിഡ്രോവൽ തരുന്നില്ല. ഡേറ്റ് ഓഫ് വിഡ്രോവൽ തരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആവറേജ് പീരീഡ് എന്ന് പറഞ്ഞാൽ 6/12 ആയിരിക്കും. മൂന്നാമത്തെ കേസ് വേരിയസ് ഡേറ്റ് ആണ് തരുന്നതെങ്കിൽ പ്രോഡക്റ്റ് മെത്തേഡ്, നമ്മൾ ആ കോളം വരച്ച് ചെയ്യുന്ന രീതി. ഇനി നാലാമത്തെ കേസാണെങ്കിൽ ഫിക്സഡ് എമൗണ്ട് ആണ് വിഡ്രോ ചെയ്യുന്നത് ഓൺ എവരി മന്ത്. അവിടെ 3 സബ് കേസസ് വരികയാണ്. ഫസ്റ്റ് ഡേ ഉണ്ട്, മിഡിലുണ്ട്, ലാസ്റ്റ് ഡേ ഉണ്ട്. ഫസ്റ്റ് ഡേ ആണ് വരുന്നതെങ്കിൽ 6.5, മിഡിലാണ് വരുന്നതെങ്കിൽ 6, ലാസ്റ്റ് ഡേ ആണ് വരുന്നതെങ്കിൽ 5.5. ഇത് മന്താണ്. അങ്ങനെയെങ്കിൽ മന്ത് മാറി ക്വാർട്ടർ വരികയാണ്. ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത് ക്വാർട്ടറിലാണെങ്കിൽ ബിഗിനിങ്ങിലാണെങ്കിൽ 7.5, മിഡിലിലാണെങ്കിൽ 6, എൻഡിലാണെങ്കിൽ 4.5. ഈ കോളവും നിങ്ങൾ ബുക്കിനകത്ത് വരച്ചു വെക്കണം. ഈ കോളം മാത്രം നോക്കിയാൽ മതി. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പക്കയാവും. ഇത്രയും ഓക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യുന്നതിനൊരു 8 പ്രോബ്ലത്തോളം തന്നിട്ടുണ്ട്. സിമ്പിൾ പ്രോബ്ലംസ് ആണ് എല്ലാം. ഉത്തരവും അതിൻ്റെ കിടപ്പുണ്ട്. ചില കേസസിൽ ഉത്തരം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കേസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിനകത്ത് മെസ്സേജ് അയച്ചേക്കണം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഉത്തരം, ഞാൻ എൻ്റെ കറക്റ്റ് ആൻസർ നോക്കിയിട്ടില്ല. അപ്പം പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, ചെയ്യുക. അപ്പോൾ 8 ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത്. 8 ക്വസ്റ്റ്യനും ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഗ്യാരൻറ്റിയും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു പോർഷൻ 80% ഈ പാഠത്തിൻ്റെ പോർഷൻ തീരും. അപ്പോൾ ഗ്യാരൻറ്റിയും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.